ഉറക്കം, പാപത്തിന്റെ ഉറക്കം, പിന്മാറ്റത്തിന്റെ ഉറക്കം, അതുപോലെ തന്നെ അനുസരണക്കേടിന്റെ ഉറക്കം. അങ്ങനെ 3 ഉറക്കങ്ങളുണ്ട്. അതില് 3 വിഷയങ്ങളും എടുക്കാൻ ഇന്ന് സമയമില്ല. അതുകൊണ്ട് അതിനെ ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. എന്നാൽ പിന്മാറ്റത്തിന്റെ ഉറക്കമാണ് ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 2 ഉറക്കം ഏതൊക്കെയാണെന്ന് മാത്രം പറയുകയും പിന്മാറ്റത്തിന്റെ ഉറക്കത്തെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. ഒരു ചർച്ചയാകട്ടെ. നിങ്ങൾക്കും എനിക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. സൺഡേ സ്കൂളിന്റെ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് നന്നായിട്ട് മനസ്സിലാകും. പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അധ്യാപകര്, കുഞ്ഞുങ്ങളെ, അതുപോലെ പ്രായമുള്ളവരൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഉറക്കം അനുസരണക്കേട്. അനുസരണക്കേടെന്ന് പറഞ്ഞാൽ അനുസരണം കെട്ടുപോയി കിടന്നുറങ്ങുകയല്ല. ദൈവത്തിന്റെ വിളി കേട്ടിട്ട് ദൈവത്തിന്റെ നിയോഗത്തെ മറികടന്നുകൊണ്ട് അനുസരണക്കേടിലേക്ക് നീങ്ങിയിട്ട് ഉറക്കത്തിലേക്ക് വഴുതിപ്പോയ ഒരാളെ കണ്ടെത്താൻ കഴിയുക വേദപുസ്തകത്തിലൂടെ. യോനയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കപ്പലിന്റെ അടിത്തട്ടിൽ ഉറങ്ങുന്ന യോനയെ കാണാൻ കഴിയും. യോനയോട് ദൈവം തമ്പുരാന്റെ ആജ്ഞ എന്തായിരുന്നു? നീ നിനവയിലേക്ക് കടന്നുപോയി അതിനെ നിരോധിച്ചുകൊണ്ട് പ്രസംഗിക്കുക. നോക്കണം, ഇപ്പൊ എന്നോട് ഇങ്ങോട്ട് പ്രസംഗിക്കാൻ പറഞ്ഞു, ഇവിടെ വരണമെന്ന് പറഞ്ഞു, കൺവെൻഷനിൽ പ്രസംഗിക്കണമെന്ന് പറഞ്ഞു, ഞാനത് കേട്ടിങ്ങി വന്നു. എന്നാൽ യോനയോട് പറഞ്ഞത് ഒരു സഭയുടെ സെക്രട്ടറി അല്ല പറഞ്ഞത്, ഒരു സഭയുടെ പ്രസിഡന്റ് അല്ല പറഞ്ഞത്, ഒരു അച്ഛനല്ല പറഞ്ഞത്, മറിച്ച് ദൈവം തമ്പുരാൻ നേരിട്ട് യോനയോട് പറയുകയാണ്, നീ ചെന്നിട്ട് നിനവ എന്ന ദേശത്തേക്ക് കടന്നു ചെല്ലുക, അവിടുത്തെ ജനങ്ങൾക്ക് വിരോധമായിട്ട്, അനുകൂലമായിട്ടല്ല, വിരോധമായിട്ട് നീ പ്രസംഗിക്കണം. അപ്പോൾ ഈ നിനവയെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിനവ പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ദേശമായിട്ടാണ് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പാപത്തിന്റെ നിലവിളി ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയപ്പോഴാണ് ദൈവം നിനവയെ നിരോധിക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ ചിന്തിച്ചത്. അതുകൊണ്ട് അവിടെ ഏതെങ്കിലും ഒരു ജനം മാനസാന്തരത്തിന്റെ അവസ്ഥയിലേക്ക്, പാപത്തിൽ നിന്നും തിരിച്ച് ദൈവചിന്തകളിലേക്ക് കടന്നു വരുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ആ ദേശത്തെ പാപമുക്തമാക്കാൻ, അല്ലെങ്കിൽ ശാപമുക്തമാക്കാൻ ദൈവം തമ്പുരാൻ തീരുമാനിച്ചിട്ടാണ് പറഞ്ഞത് നീ നിനവയിലേക്ക് പോകാൻ.